Hi, hello, assalamu alaikum and welcome back to yet another brand new episode of Being Blue. So ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഇൻഫർമേറ്റീവ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ജേർണി എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹെയർ ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഞാനത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് 15 ക്വസ്റ്റ്യൻസ് ഞാൻ അതിന് എടുത്തിട്ടുണ്ട്. സോ അതും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. സോ ആൻഡ് ഡിസ്ക്ലൈമർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാനിതിൽ കാണിച്ചിരുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ ടു ഓൾ ഓഫ് യു ഗൈസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ആരെയും ചടപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യുന്നവർ ഇനിയിപ്പോൾ ചെയ്യണ്ടെന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിൽ നിന്ന് എനിക്കുണ്ടായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പം ഹെയർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി തീരെ ധാരണ ഇല്ലാത്തവർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും. ഓൾസോ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇതിനെപ്പറ്റി തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു സ്കിപ്പ് ദിസ് വീഡിയോ. സോ നമ്മൾ അധികം പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പം ഞാൻ ബേസിക്കലി ചെയ്തിട്ടുള്ളത് 3 കൈൻഡ് ഓഫ് സംഭവങ്ങളാണ് ഹെയറിൽ. അതിനിപ്പം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ബൊട്ടോക്സ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണിപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് കളറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മുന്നായിട്ട് സ്മൂത്തനിങ് അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് നമ്മൾ പറയും, ബ്രസീലിയൻ ബ്ലോ ഡ്രൈ എന്ന് പറയും, കെരാറ്റിൻ ബ്ലോ ഡ്രൈ എന്ന് പറയും. ഇതൊക്കെ സ്മൂത്തനിങ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ സ്മൂത്തനിങ്ങും കളറിങ്ങും ബൊട്ടോക്സും ആണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോണത്. ഇനി ചെയ്യാനുള്ളത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ്. അത് ഇൻഷാല്ല ഇനി ഞാൻ നാട്ടിൽ പോകുമ്പം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഐ വോണ്ടഡ് ടു നോ ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട്. സോ അതൊക്കെയാണ്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ എവിടെ നിന്നാണ് ചെയ്തത്, അതിൻ്റെ പ്രൈസ് എത്രയായി, അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാം കൂടെ എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി ഒരു 15 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം ഞാൻ ആലോചിച്ചു നമ്മുടെ എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ നിങ്ങളുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നിങ്ങൾ ചോദിച്ച എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഞാനിതാ ഇവിടെ ഒരു നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഞാൻ പറയാൻ മിസ് ഔട്ട് ആവരുതെന്ന് വിചാരിച്ചിട്ടുള്ള പോയിന്റ്സും ഞാനിതിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ക്യാൻ വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലുക്ക് ഓൺ ഹെയർ? ഒബ്വിയസ്ലി. കാരണം എൻ്റെ മുടി എന്ന് പറയുന്നത് ആദ്യം ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കേളിയല്ല, എന്നാൽ ഭയങ്കര വേവിയും അല്ല, അതിൻ്റെ മിഡിലായിട്ട് നിൽക്കുന്ന ഒരു വേവി കൈൻഡ് ഓഫ് ഹെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊരു സ്ട്രെയിറ്റ് ലുക്ക് വേണമായിരുന്നു. അപ്പം ഞാനത് ഫസ്റ്റ് തന്നെ പോയി ചെയ്തത് പെർമനൻറ്റ് സ്മൂത്തനിങ് ആണ്. അത് പെർമനൻറ്റ് സ്മൂത്തനിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പല കെമിക്കൽസും യൂസ് ചെയ്തിട്ട്, അതായത് ഫോർമാൽഡിഹൈഡൊക്കെ പോലെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ആ പെർമനൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കി തരുന്നത് കേട്ടോ. പിന്നെ അത് ഇത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 1 year ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓരോ ഹെയർ കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആഫ്റ്റർ കെയർ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും എന്നുള്ളത്. ആക്ച്വലി 6 months ആണ് പെർമനൻറ്റ് സ്മൂത്തനിങ്ങിൻ്റെ ലാസ്റ്റിംഗ് ആക്ച്വലി പറയുന്നത്. പക്ഷെ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കതൊരു 1 year വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്തായാലും യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലുക്ക് ഓൺ യുവർ ഹെയർ ഇഫ് യു ഡു പെർമനൻറ്റ് സ്മൂത്തനിങ്. ഇനി എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ട്രീറ്റ്മെൻറ്റ് യു ഡിഡ് ഫോർ യുവർ ഹെയർ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഐ ഡിഡ് പെർമനൻറ്റ് സ്മൂത്തനിങ്, പിന്നെ ചെയ്തിട്ടുള്ളത് കളറിംഗ് ആണ്. ഇത് രണ്ടും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ദ ലാസ്റ്റ് വൺ വിച്ച് ഐ ഡിഡ് ഇസ് എ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. അത് നമുക്ക് ഹെയറിലൊരു ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പറയാം. സോ വാട്ട് ഐ ഡിഡ് ഇസ് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഡാൻഡ്രഫിന് നല്ലതാണോ, ആൻഡ് ഓൾസോ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ കാര്യം, ഇതൊന്നും നമ്മൾ എന്താ പറയുക ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഹെയർ ഫോളോ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് അല്ല. ഇത് നമ്മുടെ ഹെയറിൽ ഓൾറെഡി ഈ സ്മൂത്തനിങ് കളറിങ് കൊണ്ടൊക്കെ എന്തെങ്കിലും ഡാമേജോ
കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഹെയർ ഭയങ്കര ഫ്രിസി ആയിരിക്കും, ഹെയർ ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് അല്ലാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. സോ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ, ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള ഹെയർ, ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള ബൊട്ടോക്സ്, കെരാറ്റിൻ ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ സൈഡ് എഫക്ട്സ് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ട് ഏകദേശം 4 മാസത്തോളം ആയി ഇപ്പോൾ ഇത് ആഫ്റ്റർ കെയർ ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോണു. ഇപ്പോഴും എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നോർമൽ ടെക്സ്ചറിലേക്ക് വരാനാവുന്നേ ഉള്ളൂ. ഇപ്പോഴും ആ ഒരു ലുക്കിൽ തന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഉറങ്ങിനീറ്റ് വരുമ്പോഴേക്കും അത് ഒരുമാതിരിയൊക്കെ ആയിരിക്കും. നമ്മൾ പിന്നെ അത് സ്റ്റൈൽ ചെയ്തിട്ട് മുടിയൊക്കെ കോംബ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചറിലേക്ക് വരും. അപ്പം ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. കാര്യമായിട്ടുള്ള ഹെയർ ലോസ് എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അത് ഞാൻ സ്മൂത്തനിങ് ചെയ്തപ്പം എനിക്ക് കുറച്ചും കൂടെ ഹെയർ ലോസ് കുറഞ്ഞ പോലെയാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഇപ്പോൾ ഓരോരുത്തരുടെ ഹെയർ കണ്ടീഷൻ അതൊക്കെ വെച്ചിട്ടായിരിക്കും. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ആഫ്റ്റർ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഹെയർ ലോസും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടില്ല ആഫ്റ്റർ ബൊട്ടോക്സ്. ഇനി ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത് ബൊട്ടോക്സ് ചെയ്യുന്നത് നല്ലതാണോ, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണോ എന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ആഫ്റ്റർ കെയർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം ആയിരിക്കും നമ്മൾ ആ ചെയ്ത ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബോട്ടോക്സ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറ്റൊന്നും പറയില്ല, കാരണം എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ഹെയർ കണ്ടീഷൻ പിന്നെ ഹെയർ ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹെയർ ലോസ് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അധികം ഹീറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ആദ്യം നിങ്ങളുടെ ഹെയർ ഹെൽത്ത് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ആൻഡ് അതിൻ്റെ ഹെയർ ലോസ് ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അല്ലാണ്ട് സൈഡിൽ നോക്കുമ്പം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ഹീറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പം ഹെയറിൻ്റെ ഹെൽത്ത് നന്നായിട്ട് വീക്ക് ആവുകയും പിന്നെ ബ്രേക്കേജ് കൂടുതൽ ആവാനും ചാൻസ് ഉണ്ട്. സോ ഹെയർ ലോസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ആദ്യം ക്ലിനിക്കൽ ഹെൽപ്പ് എടുത്തിട്ട് ഹെയർ ലോസ് ഒക്കെ ഒന്ന് കുറച്ചതിന് ശേഷം നിങ്ങൾക്കത് നിങ്ങളുടെ ഹെയർ ലോസ് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്താൽ മതി. ഇനി ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത് ട്രീറ്റ്മെൻറ്റ് ഫോർ ഹെയർ ഫോൾ എന്താണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമുക്കതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാവണം. മേ ബി ബിക്കോസ് നമുക്ക് ഫുഡിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ടായിരിക്കാം, ചിലവർക്ക് അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് അത് സ്ട്രെസ് കൊണ്ടായിരിക്കാം, ചിലപ്പം എന്താ പറയുക ഡീഹൈഡ്രേഷൻ ക്യാൻ ഓൾസോ ബി എ റീസൺ. പിന്നെ ഡാൻഡ്രഫ് ഒക്കെ അധികം ഉള്ളവർക്ക് ഹെയർ ലോസ് അധികം കാണാറുണ്ട്. സോ ഇങ്ങനെയുള്ള കേസസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഡെർമാറ്റിനെ വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിനിക്കൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് സ്റ്റൈലിംഗ് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. കാരണം ഡെയിലി കോളേജ് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ ചിലപ്പം ഒരു ഹീറ്റ് സ്റ്റൈലർ യൂസ് ചെയ്തിട്ടായിരിക്കും മുടി കോംബ് ചെയ്ത് രാവിലെ എന്നും പോകുന്നത്. അപ്പം അത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ മുടിയിൽ ബ്രേക്കേജ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഹെയർ ലോസ് മൈൻഡ് ആക്കാതെ തന്നെ അവർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ഓൾസോ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെയർ വാഷ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻറ്റ് ഷാംപൂ യൂസേജ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ കൂടുതലും ആൻറ്റി ഹെയർ ഫോൾ ഷാംപൂസ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നന്നായിട്ട് വെള്ളം കുടിക്കുക. ആൻഡ് ഹെയർ ഗ്രോത്ത് സിറംസ് ഒക്കെ ഇപ്പം വാങ്ങിക്കാൻ കിട്ടും, അതിൽ ജെനുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ സപ്ലിമെന്റ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ വൈറ്റമിൻ ഡി, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിയുന്നതും ഇൻടേക്ക് എടുക്കുക. പിന്നെ ഓൾസോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ഫുഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള ഫുഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, പിന്നെ അധികം നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. ഫോർ ദാറ്റ് യു ക്യാൻ പ്രാക്ടീസ് സം കൈൻഡ് ഓഫ് യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്താ പറയുക സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നു പകുതി പ്രശ്നം കുറയും ഹെയർ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത് വിച്ച് കണ്ടീഷണർ, ഷാംപൂ, മാസ്ക് ഇസ് ഗുഡ് ഫോർ ട്രീറ്റഡ് ഹെയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ആൻസർ പറയാം. ആഫ്റ്റർ ബൊട്ടോക്സ് ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹൗ ടു കൺട്രോൾ ഹെയർ ലോസ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ഇനിയിപ്പം നിങ്ങൾ ബൊട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യമേ പറയും നിങ്ങളടുത്ത് ഇതൊരു 50 വാഷസ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ.
അല്ലെങ്കിൽ ഒരു 2 to 4 months വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫ്രീക്വൻ്റ്ലി ഹെയർ വാഷ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഫ്രീക്വൻ്റ്ലി ഹെയർ വാഷ് ചെയ്ത് കഴിയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ വിൽ ബി കമ്മിങ് ബാക്ക് ടു നോർമൽ. സോ അതാണ് ഞാൻ പറഞ്ഞത്, ആഫ്റ്റർ കെയർ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ അത്രത്തോളം നമ്മുടെ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ലാസ്റ്റിംഗ് കൂടും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ്, ഹെയർ ബൊട്ടോക്സ് കഴിഞ്ഞ പാടന്നെ എനിക്ക് ആ സലൂണിൽ തന്നെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ അർഗൻ പ്രൊഫഷണലിൻ്റെ ഷാംപൂവും കണ്ടീഷണറും. കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, കുറച്ചൊന്നുമല്ല, അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. കാരണം ഈ ബോട്ടിലിൽ തന്നെ 1500 rupees വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഫസ്റ്റത്തെ ഒരു 3 months യൂസ് ചെയ്തിട്ടുണ്ടായേ. അപ്പം ഞാൻ UAE എത്തിയ ശേഷം ഈ ബോട്ടിൽ ഏകദേശം കഴിയാറായപ്പം ഇതിനെപ്പറ്റി ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിത് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ലോറിയലിൻ്റെ ഈ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് കേട്ടോ. ലോറിയലിൻ്റെ ഹൈലിറോൺ മോയ്സ്ചർ 72 hours മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ, പിന്നെ അതിൻ്റെ തന്നെ കണ്ടീഷണർ. ഇത് ആക്ച്വലി എനിക്ക് കൊളാബായിട്ട് വന്നതാണ്. അതിൻ്റെ കൂടെ വന്ന കണ്ടീഷണർ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് തീർന്നപ്പോൾ ഞാൻ വേറെ പ്രൊഡക്റ്റ് വേറെ ബോട്ടിൽ ഇപ്പം വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് LY എന്ന് വരുന്നുണ്ട്, പക്ഷെ രണ്ടും സെയിം പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. പക്ഷെ എനിക്ക് വല്ലാണ്ട് ഒരു ഡാമേജോ അല്ലെങ്കിൽ ഡിഫറൻസോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, സെയിം പോലൊക്കെ തന്നെയാണ്. പക്ഷെ ആക്ച്വലി നമ്മുടെ പാർലറിൽ നിന്ന് നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോരുമ്പോൾ അവർ എൻ്റെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത് തരും കുറച്ചും കൂടി, കാരണം അവർക്കാണല്ലോ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും കൂടെ നന്നായിട്ട് അറിയാം. സോ അതിൽ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് തന്നെ വാങ്ങിച്ചതാണ്. ബട്ട് ഇത് തീർന്നു, ഇനി നാട്ടിൽ പോയാലേ എനിക്കിത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഈ 2 സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ എൻ്റെ ഹെയറിൽ ഞാൻ ഹെയർ മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അതും എൻ്റെ കയ്യിൽ ഇപ്പോൾ തീർന്നു, വിച്ച് ഇസ് ഡോവിൻ്റെ ഒരു ബോട്ടിൽ. ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ആ ഒരു ഹെയർ മാസ്ക് ഞാനൊരു വീക്ക്ലി ഓൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഹെയർ വാഷ് തന്നെ ഞാനൊരു 2 ദിവസം കൂടുമ്പോഴാണ് ഹെയർ വാഷ് ചെയ്യാറ്. അപ്പം അതിന് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും ഞാൻ എൻ്റെ ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. ആൻഡ് ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് വെച്ചിട്ട്. ഇതൊരു ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീമാണ്, ലോറിയലിൻ്റെ തന്നെ. പക്ഷേ ഇത് ഇപ്പം ഞാനൊരു 2-3 വട്ടം യൂസ് ചെയ്തപ്പോഴും ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനിത് ഓവർനൈറ്റ് അപ്ലൈ ചെയ്തിട്ട് രാവിലെ കോംബ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയിട്ട് ഹെയർ കിടക്കാറുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എ ഗുഡ് പ്രൊഡക്റ്റ്. അപ്പം ഈ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ എൻ്റെ ഹെയറിൽ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ട് ആരും ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ആണെന്നൊന്നും കരുതരുത്. ദിസ് ഇസ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പം ആഫ്റ്റർ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഒരു ഹെയർ ലോസ് ഇതാ ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ്. സോ ആ ഒരു 2 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫ്രീക്വൻ്റ്ലി വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മൈ ഹെയർ കളർ നെയിം. ഒരുപാട് വീഡിയോസിൻ്റെ താഴെ ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് ഈ ഒരു ഹെയർ കളറിൻ്റെ പേരെന്താണെന്നുള്ളത്. ഇപ്പം ആ ഹെയർ കളറൊന്നും കാണില്ല, കാരണം ഞാനത് ഓൾമോസ്റ്റ് ഒരു 2 years എന്തോ ആയി ചെയ്തിട്ട്. അത് ബ്ലീച്ച് ആദ്യം ഫെയ്ഡ് ഔട്ടായി, പിന്നെ അത് ബ്ലീച്ചായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ്ലി പോയി. പിന്നെ ആ ഒരു കളർ ചെയ്ത അറ്റം വല്ലാണ്ട് ചൂല് പോലെ നിന്ന് തോന്നിയപ്പോൾ ഞാൻ അതുകൊണ്ട് കട്ട് ചെയ്തു. ഇവിടെ UAE വെച്ചിട്ട് ഞാൻ ഒരു പാർലറിൽ പോയിട്ട് അത് കട്ട് ചെയ്തിട്ട് എൻസ് കുറച്ച് ക്ലീൻ ചെയ്തു. സോ ഞാൻ ചെയ്ത കളറിൻ്റെ പേര് കാരമൽ ബലയാജി എന്നാണ് കേട്ടോ. ഇനി അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്നറിയില്ല. കാരമൽ ബലയാജി. അത് ചെയ്ത സമയത്തുള്ള എൻ്റെ പിക്ചർ ഞാൻ വേണമെങ്കിൽ, മുടിയുടെ പിക്ചർ ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. സോ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറായിരുന്നു. ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ കളറിങ്ങിൻ്റെ ഒരു ഡാമേജ്, ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യും. ആൻഡ് ഓൾസോ ഞാനത് ചെയ്തത് സ്മൂത്തനിങ് ചെയ്തേം പാടുള്ള ഹെയറിലായിരുന്നു. സ്മൂത്തനിങ് കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ കളറിങ് ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി നമ്മുടെ നാച്ചുറൽ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ കൂടെ നമ്മൾ കളറിങ്ങും കൂടെ ചെയ്യുമ്പോൾ ഹെയർ ഒന്നാകെ ഡാമേജ് ആവും. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ പോകെ ഭയങ്കരമായിട്ട് ഡാമേജ് വന്നു, ഭയങ്കരമായിട്ട് ഫ്രിസ്സായി ഹെയർ. അങ്ങനെ ആണ് ഞാൻ പോയിട്ട് ഇപ്പം ബോട്ടോക്സ് ചെയ്തത്. കാരണം കല്യാണം അടുപ്പിച്ചൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഹെയർ എന്താ പറയുക, സ്മൂത്തനിങ്ങും പോയി, ചെയ്ത കളറാണെങ്കിൽ അതും പോയി, മുടിയാണെങ്കിൽ ഭയങ്കര ഫ്രിസ്സും ആയി. അങ്ങനെ മൊത്തത്തിൽ
ഹെയർ വാസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. അപ്പം എന്തായാലും ഞാൻ ഈ ബ്രൈഡൽ മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹെയർ ഭംഗിയില്ലെങ്കിൽ പോയില്ലേ. അപ്പം ഞാൻ ആ ഒരു ടെൻഷനിൽ പോയിട്ടാണ് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, ഡാമേജ് റിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണമല്ലോ എന്ന് വെച്ചിട്ട് ബോട്ടോക്സ് പോയി ചെയ്യുന്നത്. സോ അതായിരുന്നു അതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ കളറ് ആരും മറക്കണ്ട. ഇനി അത് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കാരമൽ ബലയാജി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹെയർ ഡാമേജ് ഉണ്ടോ ആഫ്റ്റർ ബൊട്ടോക്സ്? ഏകദേശം എല്ലാം സിമിലർ ക്വസ്റ്റ്യൻ ആണല്ലേ. സോ ഹെയർ ബൊട്ടോക്സിന് ശേഷം ഡാമേജ് കുറവാണ്. എനിക്ക് ഹെയർ ലോസ് അങ്ങനെ അധികം ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ആൻഡ് വാരീസ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഹെയർ കണ്ടീഷൻ ആൻഡ് സ്കാൽപ്പ് ഹെൽത്ത് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ആഫ്റ്റർ ഡാമേജ് ഉണ്ടാവാൻ തോന്നുന്നു. എനിക്ക് എന്തായാലും കുറവാണ് കേട്ടോ. പിന്നെ ഈസ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഗുഡ്, സ്മൂത്തനിങ് ഓർ കെരാറ്റിൻ വിച്ച് ഇസ് ബെറ്റർ? ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊന്നും ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ഹെയർ ഫോളിനുള്ളൊരു ക്യൂറിങ് ട്രീറ്റ്മെൻറ്റ് അല്ല. ഇത് രണ്ടും എന്താണ്, കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഹെയർ ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി നിൽക്കാൻ വേണ്ടി, അതായത് സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന രണ്ട് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ് പെർമനൻറ്റ് സ്മൂത്തനിങ്ങും അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റും. ഇനി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഞാൻ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് പ്രോസിൽ തുടങ്ങാം. അതായത് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലുള്ള സർഫസ് ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആൻഡ് ഫ്രിസ് ഫ്രീ ആക്കാനാണെന്ന് വിചാരിക്കാം. ആൻഡ് ഓൾസോ ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 5 months വരെ നമുക്ക് കെരാറ്റിൻ ലാസ്റ്റ് ചെയ്യുള്ളൂ. ആൻഡ് ഓൾസോ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഭയങ്കര സിൽക്കി, ഷൈനി ആൻഡ് ഭയങ്കര മാനേജബിൾ ആക്കി തരും. നമുക്ക് പെട്ടെന്ന് എന്താ പറയുക മുടി വാരണല്ലോ എന്നുള്ളൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ സ്റ്റൈൽ ചെയ്ത് പോകാൻ പറ്റും. ഇനി ഇതിൻ്റെ കോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഫ്രെജൈൽ ആയിട്ടുള്ള ഹെയറിൽ നമ്മൾ ഹീറ്റ് വെച്ചത് സീൽ ചെയ്യുന്ന സമയത്ത്, കാരണം കെരാറ്റിന് ചെയ്യുമ്പോഴും ഹീറ്റ് വെച്ചിട്ടുള്ള ടൂൾസ് അവർ യൂസ് ചെയ്യുമല്ലോ. അപ്പം ഇത് സീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഒന്നും കൂടെ പൊട്ടിപ്പോവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇതൊന്നും ഹെയർ ലോസിനുള്ളൊരു ക്യൂർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളിത് കാണാൻ പാടില്ല. ഇനി സ്മൂത്തനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയറിൻ്റെ നാച്ചുറൽ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് റീസ്ട്രക്ചർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് പെർമനൻറ്റ് സ്മൂത്തനിങ് ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ കെയർ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ പോലെ ഒരു 1 year വരെയൊക്കെ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതായത് അതേ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ കെരാറ്റിൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പെർമനൻറ്റ് സ്മൂത്തനിങ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒന്നും കൂടെ ആ ഒരു സ്ട്രെയിറ്റർ, സ്ലീക്കർ ആയിട്ടുള്ള ലുക്ക് കിട്ടുക. ഇനി കോൺസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കെരാറ്റിനേക്കാളും ഹെയറിനെ ഡാമേജ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് പെർമനൻറ്റ് സ്മൂത്തനിങ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി വീക്ക് ആയിട്ടുള്ളൊരു ഹെയറിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പെർമനൻറ്റ് സ്മൂത്തനിങ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഹെയറിനെ വീക്കാക്കത്തേ ഉള്ളൂ, ഹെയർ ഹെൽത്തിനെ വീക്കാക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹെയർ ലോസ് ഉള്ള ആൾക്കാരാണ് ഇത് പോയി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ലോസ് കൂടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ കെരാറ്റിൻ ആണോ പെർമനൻറ്റ് സ്മൂത്തനിങ് ആണോ നല്ലതെന്നുള്ളത്. അപ്പം അതിനൊരു ഉത്തരം പറയാൻ എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ഹെയർ ഹെൽത്ത് ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ അതേസമയം നിങ്ങൾക്ക് ഭയങ്കര ചുരുള മുടി അല്ലെങ്കിൽ ഭയങ്കര വേദിയായിട്ടുള്ള ഹെയർ ഒരു സ്ട്രെയിറ്റ് ലുക്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പെർമനൻറ്റ് സ്മൂത്തനിങ്. പക്ഷെ അവർ ഹാർഷറായിട്ടായിരിക്കും മുടി ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് കെമിക്കൽസും ഭയങ്കര ഹീറ്റ് ടൂൾസും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസും ഹെയർ തിന്നിങ്ങും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് റെക്കമെൻഡ് യു എനി ഓഫ് ദി ട്രീറ്റ്മെൻറ്റ്സ്. കാരണം നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ ഹെയർ ഹെൽത്ത് റെഡിയാക്കാനും സ്കാൽപ്പ് ഹെൽത്ത് റെഡിയാക്കാനും വേണ്ടിയിട്ടാണ്. ആദ്യം അത് സെറ്റാക്കിയതിന് ശേഷം മാത്രം ഓപ്റ്റ് സച്ച് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സേ ഞാൻ പറയുള്ളൂ. ഇനി ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഹൗ ഇസ് യുവർ ഹെയർ സോ സ്മൂത്ത് ആൻഡ് ഫ്ലോയി എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ആരും കണ്ണു വയ്ക്കരുത്. ഞാനിപ്പോൾ ബൊട്ടോക്സ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു ലുക്ക് എനിക്ക് കിട്ടിയത്. ആൻഡ് ഓൾസോ ഐ ഡു മൈ ആഫ്റ്റർ കെയർ അടിപൊളിയായിട്ട്. ഇനി എന്താ പറയുക, കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 5 to 6 months കഴിഞ്ഞാൽ ചിലപ്പോൾ മുടീൻ്റെ കോലം അങ്ങനെയൊന്നും ആയിരിക്കില്ല, ബാക്ക് ടു നോർമൽ ആയിരിക്കും. എനിക്ക് എൻ്റെ റൂട്ട്സ് ഒന്നും ഓൾറെഡി എൻ്റെ ബേബി ഹെയർസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കാരണം അപ്പം ഞാൻ ചെയ്തിട്ട് ഒരു 2 to 4 months ആയിട്ടുണ്ടാവും. കല്യാണം അടുപ്പിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പം എന്താ പറയുക,
ഒരു 3 to 6 months ആണ് ഇതിൻ്റെ മാക്സിമം ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ നിങ്ങളുടെ എന്താ പറയുക ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് വാഷിങ്, പിന്നെ നിങ്ങളുടെ ആഫ്റ്റർ കെയർ ഒക്കെ എങ്ങനെയാണോ അതൊക്കെ അനുസരിച്ചിട്ട് ഇത് മാറി വരും. സോ എനിക്ക് എന്തായാലും അൽഹംദുലില്ലാ ഇപ്പോൾ ഒരു 2 to 4 months വരെയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എത്രത്തോളം കിട്ടും എന്നറിയില്ല, ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഒരാൾ ചോദിച്ചിട്ടുള്ളത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 50 washes ആണ് കേട്ടോ, വിച്ച് ഈസ് ആക്ച്വലി 2 to 4 months വരെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഹെയർ ബൊട്ടോക്സ് ആണോ അല്ലെങ്കിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണോ നല്ലത് എന്നുള്ളതാണ്. ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഒക്കെ തന്നെയാണ് ഈ പെർമനൻറ്റ് സ്മൂത്തനിങ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ കാര്യം, ഹെയർ ബോട്ടോക്സിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊളാജൻ, പ്രോട്ടീൻസ്, അമിനോ ആസിഡ്സ് പോലെയുള്ള ഫൈബേഴ്സ് ഒക്കെ നമ്മുടെ ഹെയറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് ബേസിക്കലി എന്താ പറയുക ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ല. ഓക്കെ, ഇതൊരു ഡാമേജ് റിപ്പയറിങ് ട്രീറ്റ്മെൻറ്റ് ആണ്. നമ്മുടെ ഹെയറിൽ ഡാമേജ് ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയിട്ട് നമുക്കൊരു സോഫ്റ്റ്, മാനേജബിൾ ആൻഡ് ഷൈനി ഹെയർ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഇത് പെർമനൻറ്റ് സ്മൂത്തനിങ്ങിൻ്റെ അത്ര ലാസ്റ്റ് ചെയ്യില്ല. ഇറ്റ് വിൽ ഓൺലി ലാസ്റ്റ് അപ് ടു 2 to 4 months. ഓക്കെ, ഇനി പെർമനൻറ്റ് സ്മൂത്തനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഹെയർ ടെക്സ്ചർ മാറ്റിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർമനൻറ്റ് സ്മൂത്തനിങ് ആയിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ യു ഷുഡ് ബി റെഡി ടു മേക്ക് യുവർ ഹെയർ ഫേസ് ഓൾ ദ ഹാർഷ് കെമിക്കൽസ്. കാരണം അതിൽ ഫോർമാൽഡിഹൈഡ് ഒക്കെ പോലെയുള്ള സ്ട്രോങ്ങർ കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെയർ ബൊട്ടോക്സ് ആൻഡ് പെർമനൻറ്റ് സ്മൂത്തനിങ്. അപ്പം ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, ഹെയർ ബൊട്ടോക്സ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം അതിൽ അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാതെ തന്നെ നമ്മളെ ഹെയറിലോട്ട് ഈ ഫൈബേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് അവർ ഹെയർ റിമെയിൻസ് എന്താ പറയുക ഹെൽത്തി. അപ്പം ഹെയർ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ബൊട്ടോക്സും ഇനി സ്ട്രെയിറ്റ് ലുക്ക് വേണമെന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്മൂത്തനിങ് ചെയ്തു എന്നാണ് ഞാൻ പറയുള്ളൂ. ഇനി നമ്മുടെ ഡൗട്ട്സിൻ്റെ സെക്ഷനിൽ എനിക്ക് ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട്, റീസൺ എന്താണെന്നറിയോ, എനി സൊല്യൂഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തത് സ്മൂത്തനിങ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ആണെന്ന് വെച്ചാൽ അത് ഓൾറെഡി കെമിക്കൽ ആൻഡ് ഹീറ്റ് ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് സ്മൂത്തനിങ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഹെയറിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലുക്കിലേക്ക് റീസ്ട്രക്ചർ ചെയ്യുകയാണ് അല്ലേ. അതായത് അതൊന്നും കൂടെ നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിനെ വീക്കനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഹെയർ ബ്രേക്കേജിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഓൾറെഡി ഫ്രജൈൽ ആൻഡ് വീക്ക് ആയിട്ടുള്ള ഹെയർ ഒക്കെ വെച്ച് പോയി ചെയ്യുന്നവർക്ക് പിന്നെ പറയണ്ട, ഹെയർ ലോസ് എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചിലവരുടെ സ്കാൽപ്പിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും. അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ലോ ഹെയർ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ നമ്മുടെ ഈ ഫുഡിലൊക്കെ ഭയങ്കര ഡെഫിഷ്യൻസി, അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓൾറെഡി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിനിപ്പം എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇൻഗ്രീഡിയൻസിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് വെക്കുക, ഓവർലി വാഷ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ പൊതുവെ കുറയ്ക്കുക. ഏറ്റവും കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, ഹീറ്റ് സ്റ്റൈലിംഗ് അവോയ്ഡ് ചെയ്യുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. അതായത് കൊളാജൻ റിച്ച് ഹെയർ മാസ്കുകളുണ്ട്, കെരാറ്റിൻ റിച്ച് ഹെയർ മാസ്കുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്ന ഹെയർ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മളെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യങ്ങളും വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഫുഡിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ ഇനിയിപ്പം ഇൻടേക്ക് ഓഫ് സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിൽ വൈറ്റമിൻ ഡി, അയൺ ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻടേക്ക് എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലും നിങ്ങൾക്ക് ഷെഡിങ് കുറഞ്ഞിട്ടില്ല, ഹെയർ ഷെഡിങ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ ഫോർ എ ക്ലിനിക്കൽ ഹെൽപ്പ്. പ്രോപ്പറായിട്ടുള്ളൊരു ഡെർമാറ്റിനെ കാണിച്ചിട്ട് ഹെൽപ്പ് എടുക്കണം. സോ ദിസ് ഇസ് വാട്ട് യു ഷുഡ് ഡു ഇൻ കേസ് ഇഫ് യു ആർ ഫേസിങ് സിവിയർ ഹെയർ ലോസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ കെയർ പറഞ്ഞു,
പിന്നെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്, കെരാറ്റിനും ബൊട്ടോക്സും പെർമനൻറ്റ് സ്മൂത്തിങ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇതൊക്കെ ഞാൻ ഇതിൽ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ അവിടെ വന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പം അറിയാനുള്ള ക്യൂരിയോസിറ്റി, ഞാൻ എവിടെ നിന്നാണ് ഇത് ചെയ്തത്, പ്രൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തിട്ടുള്ളത് സ്മൂത്തനിങ് ആയിരുന്നു. അത് ഞാൻ ഫോക്കസ് മോളിൽ, കാലിക്കറ്റ് ഫോക്കസ് മോളിൽ ഒലയെന്ന് പറഞ്ഞിട്ടുള്ള സലൂണിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി ഭയങ്കര അയേൺ ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു പിന്നെ എനിക്ക് ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. സോ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാനിപ്പം റെക്കമെൻഡ് ചെയ്യുക ടോണി ആൻഡ് ഗൈ, അപ് ടൗൺ ഒക്കെ പോലെയുള്ള സലൂൺ ആയിരിക്കും. കാരണം അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അവരുടെ സർവീസ് ഇസ് ഗ്രേറ്റ്. എക്സാക്ട്ലി എനിക്ക് എൻ്റെ ഹെയർ ലെങ്ത് അന്ന് തോന്നുന്നു എനിക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ലെങ്ത്തിന് എനിക്ക് 10,000 ആ ഒരു റേഞ്ചിലേക്കാണ് വന്നിട്ടുണ്ടായത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചെയ്തത് കളറിംഗ് ആണ്. അത് ഞാൻ പുതിയറയിലുള്ള കാലിക്കറ്റ് പുതിയറ അപ് ടൗൺ സലൂണിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അന്ന് എനിക്ക് കാരമൽ വലയാജ് ഷെയ്ഡ് അത്യാവശ്യം ഹെയർ ലെങ്ത്തിൽ, ഇത് അത്ര ലെങ്ത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 12,000 + 2,000 ടാക്സ് ആണ് വന്നത്. മൊത്തത്തിൽ 14,000 റുപ്പീസാണ് ഹെയർ കളറിങ്ങിന് മാത്രമായത് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം നല്ല സലൂൺ തപ്പി പോയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര പ്രൈസ് ആയത്, എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഹെയറിൻ്റെ കാര്യം ആയതുകൊണ്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കോംപ്രമൈസ്. ലൈക്ക് വേറെ ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തിട്ട് എനിക്ക് എന്തോ പിന്നെ ഫോട്ടോസൊക്കെ കണ്ടപ്പം കുറച്ച് അയേൺഡ് ആയിട്ടുള്ള ലുക്ക് ഉണ്ടോ എന്ന് തോന്നിയോണ്ടാണ് ഞാൻ പിന്നെ നല്ല സലൂൺ നോക്കി പോയത്. പിന്നെ തേർഡ് വൺ ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടുള്ളത് ടോണി ആൻഡ് ഗൈ എന്നായിരുന്നു. അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. അപ് ടൗൺ ആണെങ്കിലും ടോണി ആൻഡ് ഗൈ ആണെങ്കിലും അടിപൊളി സർവീസ് ആയിരുന്നു. ടോണി ആൻഡ് ഗൈയിലും എനിക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക 14,000 ക്ലോസ് ടു 14,000 ആയിട്ടുണ്ട് ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള സലൂണിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ടാക്സിൻ്റെ എമൗണ്ടും കൂടെ എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു 12 ആണെങ്കിൽ + 2,000 ടാക്സ് എമൗണ്ട് വരും. സോ അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുക, കാരണം അവരുടെ സർവീസ് ഇസ് ഗ്രേറ്റ്. അപ് ടൗണിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കളറിങ് ചെയ്യുമ്പോൾ അവർ എൻ്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ്, അപ്പം അതിലിനി പോയിട്ട് കളറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഹെയർ ഇപ്പം ഭംഗി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ നിനക്കത് മാനേജ് ചെയ്യാൻ പാടാവും എന്നൊക്കെ കുറേ പറഞ്ഞു തന്നു. പക്ഷെ ഞാനത് കേട്ടില്ല, ബിക്കോസ് ഐ വാസ് ടു എക്സൈറ്റഡ് ടു ഡു മൈ കളർ ഓൺ മൈ ഹെയർ. അതുകൊണ്ട് ഞാനത് ചെയ്തു. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ബാക്ക് ടു എന്താ പറയുക പിന്നെയും ഗുഡ് കണ്ടീഷനിലോട്ട് ആക്കി ബിക്കോസ് ഓഫ് ദ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇതാണ് നമ്മുടെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ് ഓൾസോ നമുക്കതൊരു ഫിക്സഡ് പ്രൈസ് ആയിട്ടൊന്നും നിങ്ങൾ മൈൻഡിൽ വെക്കരുത് കേട്ടോ. നിങ്ങളുടെ ഹെയർ ലെങ്ത് ആൻഡ് ഹെയർ കണ്ടീഷൻ, അതിൽ എത്ര പണിയെടുക്കണം അതിനൊക്കെ അനുസരിച്ചിട്ട് ഈ പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ ഓരോ ഷെയ്ഡ് അനുസരിച്ച് കളറൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓരോ ഷെയ്ഡ് അനുസരിച്ചിട്ട് ഇത് മാറും, പ്രൈസ് മാറും. സോ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് മാത്രമേ നിങ്ങൾ സലൂണിൽ പോവുക. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടിയിട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും പോയിട്ട് ചെയ്യുക. സോ ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ നൗ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ജേർണി വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനിയും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അത്രയേ ഉള്ളൂ. അസ്സലാമ, ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.